റവ കൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് റവ എടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വേണ്ടത് തൈരാണ്. അപ്പോൾ അത് ഞാൻ 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് തൈര് കറക്റ്റായിരിക്കും. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് രാവിലത്തേക്കാണെങ്കിലും വൈകുന്നേരത്തേക്കാണെങ്കിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതിനൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. റവ അത്യാവശ്യം ഒന്ന് നന്നായിട്ട് കുതിർന്നൊക്കെ കിട്ടും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുകയാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ഇല്ലാത്തവർക്ക് അരിപ്പൊടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ടൈറ്റായിട്ട് ഉണ്ടാവുക, കുഴപ്പമില്ല. നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് ഒരു വടയുടെ പരുവത്തിൽ നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് റവ വെച്ചിട്ടുള്ള ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വടയാണ്. ഇതിന് മുമ്പ് നമ്മൾ വടേൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ കയ്യിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ ആക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കിനി ഒന്ന് ബോൾസ് ആക്കിയെടുക്കുക. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. ഇനി ആ ഒരു വിരലിൽ കുറച്ചൊന്ന് വെള്ളമാക്കിയതിന് ശേഷം നമുക്ക് നടുക്കൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുക. ചെറിയ ചെറിയ വട ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ഒരുപാട് കട്ടിയില്ലാതെ ചെയ്യുമ്പോഴാണ് രസം ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് നമുക്ക് ഓരോ വടയായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 3 എണ്ണം കൊള്ളുന്നതുകൊണ്ട് 3 വടയായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ ഈ 3ഉം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. ഇതിൻ്റെ കൂടെ നല്ല എരിവുള്ളൊരു തേങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഉണ്ടാക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ചമ്മന്തിയുടെ കൂടെയാണ് ഇത് സെർവ് ചെയ്തിട്ടുള്ളത്. പുറം നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ധ്യാൻസ് കാർണർ കിച്ചൻ ഫോളോ ചെയ്യാൻ മറക്കല്ല. മറ്റൊരു കാണാം. ബൈ.